പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 19 പള്ളിക്കൂദാശ കാലം 3-ാം ഞായർ. ഇന്നത്തെ വായനകൾ സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 18 വരെയും, ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 1 മുതൽ 10 വരെയും, ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 5 മുതൽ 15 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയും. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. വേർതിരിക്കപ്പെട്ട് പവിത്രീകരിക്കപ്പെട്ട് ദൈവത്തിന് സമർപ്പിക്കേണ്ട ആലയത്തെക്കുറിച്ചുള്ള പള്ളിയെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ തുടരുകയാണ് പള്ളിക്കൂദാശ കാലം ഈ 3-ാം ആഴ്ചയിലും. നൂറ്റാണ്ടുകളോളം അർപ്പിക്കപ്പെട്ട ഹോമബലികളും പ്രായശ്ചിത്ത ബലികളുമൊക്കെ തീർത്തും നിരർത്ഥകമായതുപോലെ നമ്മുടെ ബലികളും വ്യർത്ഥമാകാതിരിക്കാൻ ബലിയർപ്പണം, ദൈവാലയം, ബലിയർപ്പകൻ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നവീകരിക്കാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ 4 വായനകളും. 1-ാം വായനയായ സംഖ്യയുടെ പുസ്തകത്തിൽ ദൈവാലയം എന്ന കാഴ്ചപ്പാട് ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതൊരു സ്ഥിരം സംവിധാനം എന്നതിനേക്കാൾ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേലിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന, അവരെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ് താൽക്കാലിക സാക്ഷി കൂടാരം അവതരിപ്പിക്കപ്പെടുന്നത്. അവരുടെ വാസത്തെയും യാത്രയെയും നിയന്ത്രിക്കുന്നത് സാക്ഷി കൂടാരത്തിന് മുകളിൽ നിറഞ്ഞു നിന്ന കനത്ത മേഘമായിരുന്നു. മേഘം കൂടാരത്തിൽ ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്തോ അവർ പാളയമടിക്കും. വർഷം 40 കഴിഞ്ഞു, യാത്ര അവസാനിച്ചു. പിതാവായ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം സ്വന്തമായി അവർക്ക് ലഭിച്ചു. മരുഭൂമിയിലെ താൽക്കാലിക കൂടാരങ്ങൾക്ക് പകരം സ്വന്തമായി മണ്ണും സ്ഥിരമായ കൂടാരവും അവർക്കായി. തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദൈവത്തിന് അവർ സോളമൻ രാജാവിന്റെ നേതൃത്വത്തിൽ 7 വർഷമെടുത്ത് മനോഹരമായ വലിയൊരു ദൈവാലയം നിർമ്മിച്ചു. ദൈവത്തെ എന്നേക്കുമായി അവിടെ കുടിയിരുത്തി. ദൈവം നൽകിയ ദേശത്ത്, ദൈവം നൽകിയ സമൃദ്ധിയിൽ വളർന്നു വലുതായപ്പോൾ അനുഗ്രഹങ്ങൾ നൽകിയവനെ മറന്ന് വിഗ്രഹങ്ങൾക്ക് പിറകെ പോയി. രാജ്യം വിഭജിക്കപ്പെട്ടു. ശത്രുക്കൾക്കിരയായി ദൈവജനം വിജാതീയരുടെ അടിമകളുമായി. ഈ ദുരവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ ദൈവം തന്നെ തന്റെ കരുണയിൽ മുന്നോട്ട് വരുന്നതാണ് 2-ാം വായനയായ ഏശയ്യായുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്ത സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. അത്രമാത്രം അചഞ്ചലമാണ് അവിടുത്തെ സ്നേഹം. അവിടുത്തെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദൈവത്തിന് സുന്ദരവും അംബരചുംബിയുമായ കൂടാരമൊരുക്കി അവിടുത്തെ കുടിയിരുത്താനല്ല, പകരം നമ്മെ തന്നെ അവിടുത്തേക്ക് കൂടാരമായി സമർപ്പിച്ച് അവിടുന്നുമായുള്ള സമാധാന ഉടമ്പടിയിൽ നിലനിൽക്കുന്നതിന് നമ്മെ ഒരുക്കുന്നവയാണ് 3-ഉം 4-ഉം വായനകൾ. ഹെബ്രായ ലേഖന കർത്താവ് ദൈവവുമായുള്ള സമാധാന ഉടമ്പടി പൂർത്തിയാകേണ്ടതിന് ക്രിസ്തുവിനെ പോലെ നമ്മെ തന്നെ അവിടത്തേക്ക് എങ്ങനെ സജീവവും വിശുദ്ധവും പ്രീതികരവുമായ ബലിയായി അർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഓർമ്മപ്പെടുത്തി ബലി അർപ്പകനെ കുറിച്ചും ബലി വസ്തുവിനെ കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാട് പകർന്നു തരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ദൈവാലയത്തെ കുറിച്ചുള്ള നവീന ദർശനവും നാമുമായി പങ്കുവെക്കുന്നു. ക്രിസ്തുവിനെ പോലെ ഇനി മുതൽ നാം ഓരോരുത്തരുമാണ് അവിടുത്തെ ആലയം, അതിലെ ബലിവസ്തു, അതിന്റെ ബലിയർപ്പകൻ. നവീകരിക്കപ്പെട്ട ഈ എന്നെ തന്നെയാണ് വേർതിരിച്ച് പവിത്രീകരിച്ച് പരമപിതാവിന് സമർപ്പിക്കേണ്ടത് ഈ പള്ളിക്കൂദാശ കാലത്തിൽ. ഈ കാഴ്ചപ്പാട് നഷ്ടമായാൽ
എൻ്റെ ജീവിതത്തിന് പുറത്ത് തമ്പുരാൻ ഇടം കണ്ടെത്തും. തമ്പുരാന് പകരം പലതും എൻ്റെ ജീവിതത്തെ വഴി നടത്തും. ഞാൻ വീണ്ടും പാപബന്ധനങ്ങളിലേക്കും അടിമത്തത്തിലേക്കും നീങ്ങും എന്ന തിരിച്ചറിവ് സ്വന്തമാക്കാൻ ഈ വിശുദ്ധയാഗത്തിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നിത്യഗേഹത്തിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് മാത്രമായിരിക്കട്ടെ നമ്മുടെ ദിശയും തണലും പ്രകാശവും ഭക്ഷണവും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.